എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. കഴിഞ്ഞ ദിവസം പഠിച്ച സുപ്രഭാതം എന്ന ഗാനത്തിൻ്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും അനുപല്ലവിയുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പല്ലവിയിൽ രണ്ട് ഫ്ലൂട്ടിൻ്റെ തന്നെ രണ്ട് ചെറിയ ലിങ്കുകളുണ്ട്. അതായത് നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ വൺടു പദസദ പഗരീപ വൺടു പദസദ പഗരീപ വൺടു ജ്വാലാമുഖികളെ. രണ്ടാമത് ജ്വാലാമുഖികളെ ഗാസ സദ 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 ഗാസ സദ സദ സദ. അത് രണ്ടാമത്തെ തവണ വരും. ജ്വാലാമുഖികളെ ഗാസ സദ 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 ജ്വാലാമുഖികളെ. ആദ്യത്തെ ജ്വാലാമുഖികളെ, രണ്ടാമത്തത് ജ്വാലാമുഖികളെ. അങ്ങനെ രണ്ട് ലിങ്കുകൾ അതിന് ഫ്ലൂട്ടിൽ തന്നെ വരും. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഇത്തവണ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. പിന്നെ പാട്ട് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് സന്തൂർ കാനോൺ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിച്ചടിച്ച് വായിക്കുന്ന, ശിവകുമാർജിയൊക്കെ വായിക്കുന്ന ആ ഇൻസ്ട്രുമെൻ്റ്. അതിൽ ഗഗരിരി സരി ഗ പ ഗ, ഗഗരിരി സരി ഗ പ ഗ. അതിനെ അടിച്ച് വായിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ്. അത് കഴിഞ്ഞ ഉടനെ വൺ സരിത സരിത സദരി സരിത പദപകരി ആ ഫ്ലൂട്ട് വരും. ഗഗരിരി സരി ഗ പ ഗ സനിത സനിത സദരി സരിത പദപകരി. വൺ സനിത സനിത സദരി സരിത പദപകരി സരിത പദപകരി. വൺ സനിത സനിത സദരി സരിത പദപകരി. ആ സ്പീഡിൽ വരും. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. അത്ര ഫ്ലൂട്ട് വരും. ഉടനെ തന്നെ സന്തൂര് ദദ പപ ഗ പദ സദ ദദ പപ ഗ പദ സദ. ഉടനെ ഫ്ലൂട്ട് വൺ ഗരി 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 സരി ഗരി ദസരി സ പദ സദ സരി ഗരി സാദ. അങ്ങനെ വരും. വൺ ഗരി 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 സരി ഗരി ദസരി സ പദ സദ സരി ഗരി സദ. വൺ ഗരി 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 സരി ഗരി ദസരി സ പദ സദ സരി ഗരി സാദ. ഒന്നുകൂടി പറയാം. ദദ പപ ഗ പദ സദ ഗരി 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 സരി ഗരി ദസരി സ പദ സദ സരി ഗരി സാദ. അങ്ങനെ വരും. ഒന്നുകൂടി പറയാം. ഒന്നുകൂടി വായിക്കാം. ദദ പപ ഗ പദ സദ. ഇങ്ങനെയാണ് ഫ്ലൂട്ടിൻ്റെ ബിറ്റ് വരിക. അത് കഴിഞ്ഞിട്ട് സന്തൂര് വീണ്ടും ഫ്ലൂട്ട് ഇങ്ങനെ ഗരി 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 സരി ഗരി ദസരി പദസഭ പദസദ കഴിയുമ്പോൾ വൺ ഗഗ പ പ പ വൺ ഗഗ ദ ദ ദ ഗ പ സ സ സ. അപ്പം അങ്ങനെ ഒരു ദദ പ പ ഗ പ ദ സ ദ ഗരി 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 സരി ഗരി ദസരി വൺ ഗഗ പ പ പ വൺ ഗഗ ദ ദ ദ 2 3 4 ഗ പ സ സ സ. അത്രയും സന്തൂർ വരും.
അതാണ് സന്തുൻ്റെ ബിറ്റ്. 1 ഗഗ പ പ പ 2 3 4 1 ഗഗ ദ ദ ദ 2 3 4 ഗ പ സ സ സ 2 3 4. അപ്പോൾ സരിസത പദ പഗരിയുടെ കൂടെ അങ്ങനെ വരും. അപ്പം അതിൻ്റെ മുകളിൽ വയലിൻസ്, ഗ്രൂപ്പ് വയലിൻസ് വരും. 1 ഗഗ പ പ 1 2 പഗരി സദാ 1 2 ദ പഗരി ഗ 1 2 സദ പദ, അത്രയും വയലും വരും. അതായത് 1 ഗഗ പ പ പ പഗരി സദാ 1 2 ദ പഗരി ഗ 1 2 സദ പദ, അത്രയും വയലും വരും. അപ്പോൾ 1 ഒന്നുകൂടി പറയാം. 1 അവിടെ നിന്ന് പാട്ട് തുടങ്ങും. അപ്പം ഞാൻ മുഴുവനായിട്ട് ഇതിൽ വായിക്കാൻ ശ്രമിക്കാം. ആ അരിയുടെ മുകളിൽ സരിഗരി സാധയുടെ മുകളിൽ ഒന്നുകൂടി വായിക്കാം. ഉടനെ തന്നെ അത്രയും ബിറ്റ് വരും. അതിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരും. ഫ്ലൂട്ടിൻ്റെ മുകളിൽ സന്തൂരി ഗഗ പ പ പ. അപ്പോൾ എല്ലാം കൂടി നമുക്കങ്ങനെ ഒരുമിച്ച് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വായിച്ചത്. ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്. ഇനി അനുപല്ലവി. 1 അഞ്ജനക്കല്ലുകൾ മിനുക്കിയെടു 1 പാദ പാദ ദ ദ പ പാദ പഗ പ പ പ 1 നോടി. അഖിലാണ്ട മണ്ഡല ശില്പി ഗപദാസ സാരി സദാ ഇരികരി സദാ എന്ന് വരും. ഗപദാസ സാരികരി സദാ സാ സനി പദ സനി പദ സനി ദ ഗപദാസ സാരികരി സദാ സാ സനി പദ സനി പദ സനി ദ ഗപദാസ സാരികരി സദാ സാ സനി പദ സനി ദ. അവിടെ നിഷാദം ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രണ്ടുപേരും ഞാൻ ചേർത്ത് വയ്ക്കാം. 1 രണ്ടാമത്തെ തവണ വരുമ്പോൾ അഖിലാണ്ട മണ്ഡല ശില്പി നീട്ടി പിടിക്കും. സെക്കൻഡ് അങ്ങനെ ശില്പി സാസ നീട്ടിപ്പിടിക്കും. ഗപദാസ സാരി സദ സാ.
അപ്പോൾ അതിൻ്റെ മുകളിൽ ഫ്ലൂട്ടിൻ്റെ ഒരു റൺസ് റോള് പോലെ വരും. അഖിലാണ്ട മണ്ഡല ദശരികരിച്ച ദശരിക പകരിച്ച ദശരിക പകരി ദശരിക പദശരികരിച്ച പകരിച്ചത ദശരികരിച്ച ദശരിക പകരിച്ചത ദശരിക പദശരികരിച്ച പകരിച്ചത. ഭയങ്കര ഫാസ്റ്റ് ഇടും. അങ്ങനെ ഒരു റൺസ് ഇടും. ദശരികരിച്ച ദശരിക പകരിച്ചത ദശരിക പദശരികരിച്ച പകരിച്ചത. നല്ല ഫാസ്റ്റായിട്ട് വരും. നല്ല സാധകം ഉണ്ടെങ്കിൽ അത് അങ്ങനെ വായിക്കാൻ പറ്റുള്ളൂ. അഖിലാണ്ട മണ്ഡല ഇങ്ങനെ സാധനം വരും. ശില്പിയുടെ മുകളിൽ വരും. ശില്പി ശില്പി എന്ന് പാടുമ്പോൾ അഖിലാണ്ട മണ്ഡല ദശരികരിച്ച ദശരിക പകരിച്ച ദശരിക പകരിച്ച ഗരിച്ചത പകരിച്ചതാ. അഖിലാണ്ട മണ്ഡല അങ്ങനെ വരും. അത് 2 തവണ കണ്ട് പണിതിട്ടും പണിതിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ മന്ദിരമേ മന്ദിരമേ. അപ്പൊ ദശദപ ദശദപ ഗപ ദശ പദസാനി പദ ഗപദ സാനി പദസ ദശ സാനി പദസ ദശ സാനി പദസ ദശ. ഒന്നിന് പറയാം. ദശദപ ദശദപ ഗപ ദശ പദസാനി പദ ഗപദ സാനി പദസ ദശ സാനി പദസ ദശ സാനി പദസ ദശ. വായിക്കുമ്പോൾ ഒന്നുകൂടി വായിക്കാം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാടുമ്പോൾ മന്ദിരമേ ഒരു പ്രാവശ്യം വരുള്ളൂ. പണിതിട്ടും പണിതിട്ടും പണിതീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ അങ്ങനെ വരും. ദശദപ ദശദപ ഗപ ദശ പദസാനി പദ ഗപ ദസാനി പദസ ദശ. അവിടുന്ന് നിന്റെ 4 കെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് സനി ദസരിക സദാപ പാപ ദസനി പാപ ഗഗ സനി ദസരിക സദാപ പാപ ദസനി പാപ ഗഗ. സ്ലോലി പറയാം. സനി ദസരിക സനി ദാപ പാപ ദസനി പാപ ഗഗ. നിന്റെ 4 കെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാനെൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ. ഗപ ഗഗ ഗപ ഗപ ഗരി രി ഗരി സസ ഗപ ഗഗ ഗപ ഗപ ഗരി രി ഗരി സസ. അപ്പോൾ നിന്റെ 4 കെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ. അത്രയും വായിക്കാം. 1 2 3.
ഒന്നൊരു വായിക്കാം. അതുകൊണ്ട് ആഹാ ഹാ ഓഹോ ഹോ ആഹാ ഹാ അങ്ങനെ ഹമ്മിങ് ഉണ്ട്. ആഹാ ഹാ ഓഹോ ഹോ ആഹാ ഹാ ഗ ഗ ഗ പ പദ 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 ദസ 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 നി പദ സ നി പദ പഗരി സ ഗ ഗ ഗ പ പദ 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 ദസ 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 നി പദ സ നി പദ പഗരി സ ദസ 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 നി പദ സ നി പദ പഗരി സ ഗ ഗ ഗ പ 2 3 പദ പ പദ 2 3 ദസ 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 നി പദ സ നി പദ പഗരി സ. ഫ്ലൂട്ടിൽ വരുമ്പോൾ ഒന്നുകൂടി. അത് ഞാൻ പല്ലവി. അത്ര രണ്ടും വരും. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ അത്രയും വരും. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകും. അത് വേറെ ബാക്ക്ഗ്രൗണ്ടാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും അനുപല്ലവി നിങ്ങൾക്ക് പരിപൂർണമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടും ചരണവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നമസ്കാരം. താങ്ക് യു.